Dear students, welcome back to Nibra Secondary School online YouTube class. Okay, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ചേഞ്ചസ് റോട്ട് ബൈ അയൺ എന്ന് പറയുന്ന ഇരുമ്പ് ഒരുക്കിയ മാറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ദ ചേഞ്ചസ് റോട്ട് ബൈ അയൺ. ഓക്കെ, അതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ ആയിട്ടുള്ള ഭാഗത്തിൽ ഇൻഡസ് നദിയുടെ തീരങ്ങളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ചെയ്യുന്നു, അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരുന്നു അല്ലേ, അവിടോട്ട് കടന്നു വരുന്നു. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം, ആര്യൻസ് അല്ലേ. ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് മൈഗ്രേറ്റഡ് ടു ദി ഇൻഡസ് വാലി റീജിയൻ. ഇൻഡസ് വാലി റീജിയനിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ വിളിക്കുന്ന പേരാണെന്ത്? ആര്യൻസ് എന്ന് പറയുന്നത്. അവരാണ് ആര്യന്മാർ. അപ്പൊ ഈ ആര്യന്മാർ ഇൻഡസ് നദിയുടെ തീരത്ത് വരികയും അവരുടെ ജീവിതങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ചില വേദങ്ങളുണ്ട്. വേദങ്ങളിൽ നിന്നാണ് നമുക്ക് ഇവരുടെ ജീവിതങ്ങളെ കുറിച്ച്, ആര്യന്മാരുടെ ജീവിതങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് വിവരങ്ങൾ ലഭിക്കുന്നത്. ആര്യന്മാരുടെ ഈ ഒരു കൂട്ടം ജനങ്ങളുടെ ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്തിൽ നിന്നാണ്? വേദങ്ങളിൽ നിന്ന്. എവിടെ നിന്നാണ്? ഇൻ വേദാസ്. അപ്പൊ വേദങ്ങളിൽ ആര്യന്മാരുടെ കാലഘട്ടത്തെ അല്ലെങ്കിൽ ആര്യന്മാരുടെ ജീവിത പീരീഡിനെ കുറിച്ച് പറയുന്ന ആ ഒരു പീരീഡാണ് എന്ത്? വേദിക് പീരീഡ് എന്ന് പറയുന്നത്. വേദങ്ങളിൽ ആര്യന്മാരെ കുറിച്ച് പറയുന്ന കാലഘട്ടം അതാണ് എന്ത്? വേദിക് പീരീഡ്. വേദങ്ങളിൽ, ഇൻ വേദാസ്. ഓക്കെ, വേദങ്ങളിൽ ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ മനുഷ്യ ജീവിതങ്ങളെ കുറിച്ച് ഡെപിക്റ്റ് ചെയ്തിരിക്കുന്ന എന്നാണ്, പ്രതിപാദിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദ ഹ്യൂമൻ ലൈഫ് ആസ് ഡിപിക്റ്റഡ് ഇൻ ദി വേദാസ്. വേദങ്ങളിൽ ഈ ആര്യന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? വേദിക് പീരീഡ് എന്ന് അറിയപ്പെടുന്ന കാലഘട്ടം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വേദിക് പീരീഡ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒന്ന് ഋഗ് വേദിക് പീരീഡ്, മറ്റൊന്ന് ലേറ്റർ വേദിക് പീരീഡ് അല്ലെ. വേദിക് പീരീഡ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഋഗ് വേദിക് പീരീഡും മറ്റൊന്ന് ലേറ്റർ വേദിക് പീരീഡും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അതിൽ ആദ്യത്തേതായിട്ടുള്ള ഋഗ് വേദിക് പീരീഡിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നു. ഓക്കെ, അതിന് ആദ്യത്തേതായിട്ടുള്ള ഋഗ് വേദിക് പീരീഡിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഋഗ് വേദിക് പീരീഡ്. ഋഗ് വേദിക് പീരീഡ്. ഈ ഋഗ് വേദിക് പീരീഡ് നമുക്കറിയാം ഏത് വർഷമാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഈ ഒരു ഋഗ് വേദിക് പീരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ, 1500 BCE മുതൽ 1500 BCE മുതൽ 1000 BCE വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് എന്ത് പറയുന്നത്? ഋഗ് വേദിക് പീരീഡ് എന്ന് പറയുന്ന കാലഘട്ടം. 1500 BCE മുതൽ ഏകദേശം 1000 BCE വരെയുള്ള ഒരു കാലഘട്ടമാണ് ഇത് ഋഗ് വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഇതിലുള്ള പ്രധാനപ്പെട്ട ഇതിലൊരു വേദമാണ് ഇത് ഋഗ് വേദ എന്ന് പറയുന്ന വേദ. എന്താണ്? ഋഗ് വേദ. ഈ ഋഗ് വേദയിലാണ് ഈ ഒരു സമയത്ത് ഈ ഒരു പീരീഡിലുള്ള ആര്യൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ജീവിത രീതികളും ഇവരെങ്ങനെയാണ് അവിടെ ജീവിച്ചിരുന്നതെന്നും അവരുടെ പ്രധാന സമ്പത്ത് എന്താണെന്നും അവരുടെ സൊസൈറ്റി എങ്ങനെയാണെന്നുള്ളൊക്കെ കാര്യങ്ങൾ ഈ ഒരു വേദയിൽ, ഋഗ്വേദ എന്ന് പറയുന്ന വേദയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടമാണ് എന്ത്? ഋഗ് വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഋഗ് വേദിക് പീരീഡിലെ വേദ ഏതാണ്? വേദ, ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ഋഗ്വേദ. ഋഗ്വേദയാണ് ഋഗ് വേദിക് പീരീഡിലെ വേദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഋഗ് വേദിക് പീരീഡിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥം അല്ലെങ്കിൽ വേദ. ഓക്കെ,
അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഋഗ്വേദിക് പീരീഡിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആര്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, ദ കാറ്റിൽ ദ മെഷർ ഓഫ് വെൽത്ത് എന്നുള്ളതിന് താഴെയായിട്ട് നമ്മൾ പറയുന്നു. ഓക്കെ, ലെറ്റ് us see the observation made by the famous historian Al-Basham on the Aryans' social life during the Rigvedic period. ഋഗ്വേദിക് പീരീഡിലുള്ള ആര്യന്മാരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന അൽബാഷം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, ഒരു ചരിത്രകാരൻ. അദ്ദേഹത്തിന്റെ കൃതിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദ ഫാമേഴ്സ് പ്രേഡ് ഫോർ ദ ഇൻക്രീസ് ഓഫ് കാറ്റിൽ. കർഷകർ എന്ത് ചെയ്തു, അവരുടെ കാലി സമ്പത്ത് ഇങ്ങനെ വർദ്ധിക്കാൻ, കന്നുകാലികളെ കൂട്ടുന്നതിന് അവർ എന്ത് ചെയ്തിരുന്നു, പ്രാർത്ഥനകൾ ചെയ്തിരുന്നു. ദ വേരിയസ് എക്സ്പെക്റ്റഡ് കാറ്റിൽ ആസ് എ ബ്യൂട്ടി ആൻഡ് സാക്രിഫിഷ്യൽ പ്രീസ്റ്റ് വാസ് റിവാർഡഡ് ഫോർ ദ വിത്ത് കാറ്റിൽ ഫോർ ഹിസ് സർവീസ്. ഓക്കെ, ഇവിടെ പ്രതിപാദിക്കുന്നത് യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കാറ്റിന് വേണ്ടിയാണ്. അപ്പൊ ഈ ആര്യൻസ് കന്നുകാലികളെ കിട്ടാൻ വേണ്ടിയൊക്കെയായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. അതുപോലെ പുരോഹിതന്മാർക്ക് അവർ പ്രത്യുപകാരമായിട്ട്, പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നുണ്ടായിരുന്ന വലിയ സന്യാസിമാരും ആയിട്ടുള്ള ആളുകൾ, വലിയ മുതിർന്ന ആളുകൾ, ഓക്കെ, മതത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ. അപ്പൊ ഈ പുരോഹിതന്മാർക്ക് ഇവര് പൈസ ആയിട്ട് കൊടുക്കാൻ പൈസ ഇല്ല, നാണയങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് കൊടുത്തത്? കാറ്റിലായിരുന്നു, കന്നുകാലികളാണ് പ്രത്യുപകാരമായിട്ട് കൊടുത്തിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദി ഋഗ്വേദിക് പീരീഡ് the cattle were considered to be the most important form of the wealth. Okay, ഈ ഋഗ്വേദിക് പീരീഡിൽ cattle was the famous form of wealth. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കാറ്റിൽ വാസ് ദ ഫേമസ് ഫോം ഓഫ് വെൽത്ത്. സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? കാറ്റിലാണ്. അതായത് കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലികളാണ്. അപ്പൊ ഒരുപാട് കന്നുകാലികളുള്ള ആളായിരിക്കും അവിടെ. നമ്മളെ ഇപ്പൊ പൈസക്കാരെന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ കയ്യിലുള്ള ആളുകളാണ് ഇപ്പൊ വലിയ മുതിർന്ന ആളുകൾ, മുതലാളിമാര് എന്ന് നമ്മൾ വിളിക്കും. അതേപോലെ ഈ ഒരു സമയത്ത് ഏകദേശം 1500 മുതൽ 1000 വരെയുള്ള ഈ ഋഗ്വേദിക് പീരീഡില് അവിടുത്തെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ആരാണോ ഉള്ളത്? അവരാണ് സമ്പന്നര്. വെൽത്ത് എന്ന് പറയുന്നത് സ്വത്ത്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള ആളാണ്, കാറ്റിലുള്ള ആളുകളാണ്. അപ്പൊ കന്നുകാലികളാവുമ്പോൾ അവിടുത്തെ മെയിൻ ഒക്യുപ്പേഷൻ എന്തായിരിക്കും? ഓക്കെ, ദ മെയിൻ ഒക്യുപ്പേഷൻ വാസ് ദ കാറ്റിൽ റിയറിംഗ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ്? മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴില്. ഇവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ്? കാറ്റിൽ റിയറിംഗ്. എന്താ കാറ്റിൽ റിയറിംഗ് എന്ന് പറഞ്ഞാല്? കാറ്റിൽ റിയറിംഗ് എന്ന് പറഞ്ഞാല് കന്നുകാലി വളർത്തലായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് കാറ്റിൽ കന്നുകാലികളാണ് അവിടുത്തെ ഭയങ്കര സ്വത്ത് അല്ലെ. അവിടുത്തെ ആളുകളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ ബേസ് ചെയ്തായിരുന്നു അല്ലെ. ചില ആളുകൾക്ക് 200 കന്നുകാലികളാണ്, ചിലർക്ക് 100 കന്നുകാലി, അവരൊക്കെ ആയിരുന്നു വലിയ സ്വത്തുള്ള ആളുകൾ. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് എന്താണ്? ഈ പീരീഡിലുള്ള ആളുകളുടെ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു, കന്നുകാലി വളർത്തലായിരുന്നു ഇവരുടെ പ്രധാന ജോലി. പിന്നെ പറയുന്നു the main crop was the people were also engaged in agriculture. കൃഷിയിലും ഇവർ എന്ത് ചെയ്തിരുന്നു? also engaged in agriculture. കൃഷിയും ഇവര് നടത്തിയിരുന്നു. കൃഷിയും നടത്തിയിരുന്നു. പ്രധാനപ്പെട്ട ക്രോപ്പ് എന്ന് പറയുന്നത് മെയിൻ ക്രോപ്പ് ഇറ്റ് വാസ് ദി ബാർലി ആയിരുന്നു ഇവർ കൃഷി ചെയ്തിരുന്നത്. ഓക്കെ, ബാർലി ആയിരുന്നു ഇവർ കൃഷി ചെയ്തിരുന്നത്. ദ മെയിൻ ക്രോപ്പ് വാസ് ബാർലി. പിന്നെ പറയുന്നു ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹു റയർഡ് കാറ്റിൽ വെർ നോൺ ആസ് ട്രൈബ്സ്. അപ്പോൾ ട്രൈബ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അതായത് കാറ്റിൽ റിയറിംഗ് നടത്തിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്ന പേരാണ് ട്രൈബ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോത്രങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹു റിയർഡ് കാറ്റിൽ. ആര്യന്മാരുടെ കൂട്ടമായിട്ടുള്ള ഒരു ആളുകൾ, അല്ലെങ്കിൽ ആര്യന്മാരുടെ കൂട്ടം ആളുകൾ, അവർ കാറ്റിൽ റിയറിംഗ് ആണ് നടത്തുന്നതെങ്കിൽ അവരെന്താണ്? ഒരു ട്രൈബാണ്, അല്ലെങ്കിൽ ട്രൈബ്സ് എന്നാണ് വിളിക്കാറ്. ഓക്കെ, ഇവിടെ പറയുന്നു ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ്. ഓക്കെ, ഇവിടെ പറയുന്നു ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ്, the group of Aryans who reared cattle were known as tribe. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്? ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹു റിയർഡ് കാറ്റിൽ, കന്നുകാലികളെ വളർത്തിയിരുന്ന ഒരു കൂട്ടം വിഭാഗം ആര്യൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹു റിയർഡ് എന്ന് പറഞ്ഞാൽ വളർത്തുക. എന്തിനെ വളർത്തുക? കാറ്റിനെ വളർത്തിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആര്യൻസിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണെന്ത്? ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി മറന്നു പോകരുത് ട്രൈബ്സ്. ഇവിടെ പറയുന്നു ദ ചീഫ്റ്റൈൻ ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോൺ ആസ് രാജൻ. ഈ ട്രൈബ്സിന് എന്തിന്? ഒരു തലവൻ ഉണ്ടാകും, ചീഫ്റ്റൈൻ. ഓക്കെ, ദ ചീഫ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? തലവൻ. ചീഫ്റ്റൈൻ ഓഫ് ഈച്ച് ട്രൈബ്, ഓരോ ട്രൈബിനും, അങ്ങനെ ഒരുപാട് ട്രൈബുകൾ ഉണ്ട് കേട്ടോ. ഈച്ച് ട്രൈബ് that is known as രാജൻ. രാജൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അപ്പോ നമ്മൾ പറയുന്നത് ആര്യൻസ് ഒരു കൂട്ടം കന്നുകാലികളെ വളർത്തുന്ന ഒരു കൂട്ടം ആളുകളെ വിളിക്കുന്ന പേര് ട്രൈബ്, അല്ലെ? ട്രൈബ്സ് എന്നാണ് വിളിക്കാറ്. അപ്പൊ ഒരുപാട് ട്രൈബുകൾ ഉണ്ടായിരുന്നു. ഈ ഓരോ ട്രൈബ്സിനും എന്തുണ്ട്? ചീഫ്റ്റൈൻ ഉണ്ട്. ചീഫ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു തലവൻ ഉണ്ടായിരിക്കും. ആ തലവനെ വിളിക്കുന്ന പേരാണ് എന്ത്? രാജൻ എന്നാണ് വിളിക്കുക. എന്താണ്? രാജൻ. ഓക്കെ, ഇനി നോക്കൂ. ദ ട്രൈബ്സ് ഫോർട്ട് ഈച്ച് other the possession of cattle. കഴിഞ്ഞില്ല, നമ്മൾ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അപ്പൊ ഈ ട്രൈബ്സുകളൊക്കെ എപ്പോഴും എന്ത് ചെയ്യും? ദ ഡിഫീറ്റ് ഓർ ദ ഫോർട്ട് ഈച്ച് other. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കും, അല്ലെങ്കിൽ അടി ഉണ്ടാക്കും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യും. എന്തിനു വേണ്ടിയാ യുദ്ധം ചെയ്യുക? ഫോർ ദ പൊസഷൻ ഓഫ് കാറ്റിൽ. കന്നുകാലികളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഓരോ ട്രൈബ്സും എന്ത് ചെയ്തിരുന്നു? യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അവർ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഓക്കെ, ആസ് വെൽ ആസ് ദ ആര്യൻസ് ആൻഡ് നോൺ ആര്യൻസ് പീപ്പിൾ. അതേപോലെ ആര്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ നോൺ ആര്യൻസ് ആയിട്ടുള്ള ആളുകളുമുണ്ട്, അല്ലെ? ഇവിടെ താമസിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ, അല്ലെങ്കിൽ ഇൻഡസ് നദിയുടെ തീരത്ത് താമസിക്കുന്ന ആര്യൻസ് അല്ലാത്ത തദ്ദേശീയരായിട്ടുള്ള ആളുകളുണ്ട്. അവരുമായിട്ടും ഈ ആര്യൻസ് അല്ലെങ്കിൽ ഈ ട്രൈബ്സ് എന്ത് ചെയ്തിരുന്നു? യുദ്ധം ചെയ്തിരുന്നു, ഫോർട്ട് ചെയ്തിരുന്നു. ഫോർട്ട് ചെയ്യണം പറഞ്ഞാൽ തർക്കിച്ചിരുന്നു. എന്തിനു വേണ്ടിയാണ് തർക്കിച്ചിരുന്നത്? ഫോർ ദ പൊസഷൻ ഓഫ് കാറ്റിൽ. പൊസഷൻ ഓഫ് കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? കന്നുകാലികളെ പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ എന്ത് ചെയ്തിരുന്നു? എപ്പോഴും തർക്കത്തിലായിരുന്നു. ഓക്കെ, പിന്നെ പറയുന്നത് ആര്യൻസ് പൊസസ്ഡ് ഹോഴ്സസ് ആൻഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസ്. അപ്പൊ ഇവരുടെ കയ്യിൽ, ആര്യൻസിന്റെ കയ്യിൽ എന്തുണ്ട്? ദ വെപ്പൺസ്, നല്ല ആയുധങ്ങളുണ്ട്. എന്തുകൊണ്ട് ഉണ്ടാക്കിയ ആയുധങ്ങളാണ്? ദ മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസ്, അല്ലെ? കോപ്പർ കൊണ്ടും ബ്രോൺസ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള എന്തുണ്ട്? വെപ്പൺസ്, ആയുധങ്ങളുണ്ട്. അതുപോലെ ഹോഴ്സസ്, കുതിരകളും ഇവരുടെ ആര്യൻസിന്റെ പക്കലുണ്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ ആര്യൻസിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഇൻ ദ ഹാൻഡ് ഓഫ് ആര്യൻസ് എന്തൊക്കെയുണ്ട്? ഹോഴ്സസ്, അല്ലെ? കുതിരകളുണ്ട്. അതുപോലെ വെപ്പൺസ് മെയ്ഡ് വിത്ത് ബ്രോൺസ് ആൻഡ് കോപ്പർ.
കോപ്പർ കൊണ്ടും ബ്രോൺസ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങൾ ആരുടെ കയ്യിലുണ്ട്? ആര്യൻസിന്റെ കയ്യിലുണ്ട്. ഓക്കെ, വിത്ത് ദ അഡ്വാൻറ്റേജ് ഓഫ് ദീസ് ദേ കോങ്കേർഡ് ദി നോൺ ആര്യൻസ്. അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്തു? ഇവരുടെ കയ്യിൽ ഇത്ര ആയുധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ നോൺ ആര്യൻസ് ആയിട്ടുള്ള, ആര്യൻസ് അല്ലാത്ത മറ്റു വിഭാഗക്കാരായിട്ട് ഇവരെന്ത് ചെയ്തിരുന്നു? തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ യുദ്ധത്തിലും ആര് ജയിച്ചു? ആര്യൻസ് ജയിച്ചു. കാരണം എന്താ? അവരുടെ കൈക്ക് നല്ല ബ്രോൺസും കോപ്പറിന്റെ ഒക്കെ ആയുധങ്ങളുണ്ട്, കുതിരകളുണ്ട്. ഇതുകൊണ്ട് തന്നെ എപ്പോഴും ഇവര് നോൺ ആര്യൻസിനെ തോൽപ്പിക്കുമാറായിരുന്നു. ഓക്കെ, ഇവിടെ പറയുന്നു ദിസ് ഈസ് ദ അഡ്വാൻറ്റേജസ് ദാറ്റ് ഈസ് ഓൾവേസ് കോങ്കേർഡ് ദി നോൺ ആര്യൻസ്. ഇവരെപ്പോഴും കോങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ ആ നോൺ ആര്യൻസിനെ തോൽപ്പിക്കുമായിരുന്നു. ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ വെർ നോൺ ആസ് ദാസ ആൻഡ് ദാസി. അപ്പം ഇങ്ങനെ കീഴ്പ്പെട്ടിട്ടുള്ള നോൺ ആര്യൻസ് ആയിട്ടുള്ള ആളുകൾ, കീഴ്പ്പെട്ട ആളുകൾ, സബ്ജുഗേറ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തിയ ആളുകളാണെന്ത്? കീഴ്പ്പെട്ട ആളുകളാണെന്ത്? ദാസൻ, അതുപോലെ ദാസി എന്നാണ് വിളിക്കാറ്. ഓക്കെ, അപ്പോൾ വേറെ ഒരു പോയിന്റ് കൂടി ഉണ്ട്, ദാസൻ. ഓക്കെ, ഇതിന് താഴെയായിട്ട് എഴുതണം കേട്ടോ. ഇതിന് താഴെയായിട്ട് അടുത്ത പോയിന്റ് എന്താ? ദാസൻ, ദാസ ഓർ ദാസി. ദാസി ആരാണ്? ദാസനും ദാസിയും സബ്ജുഗേറ്റഡ് പീപ്പിൾ. ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ ആണ്. സബ്ജുഗേറ്റഡ് പീപ്പിൾ ആണ് ദാസനും ദാസിയും. ഓക്കെ, ഏതാണ് ഇവരെ വിളിക്കുന്ന പേരാണ്? ദാസൻ ഓർ ദാസി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങൾ എന്തിനെ കുറിച്ചുള്ളതാണ്? ഋഗ്വേദിക് പീരീഡിലുള്ള കാലഘട്ടത്തെ കുറിച്ചുള്ളതാണ്. അപ്പൊ ഋഗ്വേദിക് പീരീഡിൽ നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഏകദേശം കാലഘട്ടം എന്ന് പറയുന്നത് 1500 BCE മുതൽ 1000 BCE വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്ത്? ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത്. ഋഗ്വേദിക് പീരീഡ് എന്ന് പറയുന്നത് 1500 BCE to 1000 BCE. ഇവിടുത്തെ ഒരു വേദ എന്ന് പറയുന്നത് എന്താണ്? ഋഗ്വേദയാണ്. എന്താണ്? ഋഗ്വേദയാണ്. ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട വെൽത്ത്, ഇമ്പോർട്ടന്റ് വെൽത്ത് or in the form of wealth, that was the cattle. കാറ്റിലാണ് ഇവരുടെ എന്ത്? പ്രധാനപ്പെട്ട സമ്പത്ത്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലികൾ. കന്നുകാലികളാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ കന്നുകാലികൾ സമ്പത്താകുമ്പോൾ ഇവരുടെ പ്രധാന ജോലി എന്താണ്? ദ മെയിൻ ഒക്കുപ്പേഷൻ ദാറ്റ് വാസ് കാറ്റിൽ റിയറിംഗ്. കന്നുകാലി വളർത്തലും ആയിരുന്നു എന്ത്? ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. അതുപോലെ ഇവർ എന്തിനും they are also engaged in agriculture. കൃഷിയിലും ഇവർ എന്ത് ചെയ്തിരുന്നു? ഏർപ്പെട്ടിരുന്നു. ഈ ഒരു പീരീഡിൽ പറയുന്ന കാര്യങ്ങളാണ്. കൃഷിയിലും ഏർപ്പെട്ടിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ക്രോപ്പ് എന്ന് പറയുന്നത്, കാർഷിക വിള എന്ന് പറയുന്നത് എന്താണ്? ബാർലി ആയിരുന്നു ഇവർ കൃഷി ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ട്രൈബ്. എന്താണ് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ? ഗോത്രങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ്. അല്ലെ, ആര്യൻസിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ട്രൈബ്സ്. ഈ ആര്യൻസിന്റെ കൂട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? That's who are reared cattle. കാറ്റിനെ വളർത്തുന്ന ഒരു കൂട്ടം ആര്യൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രൈബ്സ്. അപ്പൊ വാട്ട് ഈസ് ട്രൈബ്സ് എന്ന് പറഞ്ഞുള്ള ചോദ്യത്തിന് ആൻസർ നമുക്ക് എന്ത് നൽകാം? ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹു റിയർഡ് കാറ്റിൽ were known as tribes. അപ്പൊ കാറ്റിൽ വളർത്തിയിട്ടുള്ള ആര്യൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? ട്രൈബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ട്രൈബ്സ് ആ കാലഘട്ടത്തിലുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്. അപ്പൊ ഈ ട്രൈബുകളൊക്കെ എന്ത്? പരസ്പരം യുദ്ധം ചെയ്തിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ ട്രൈബ്സിന് ഒരു തലവനുണ്ട്, ഇത് ചീഫ് ടൈം അല്ലെ. ട്രൈബ്സിന് ഓരോ ട്രൈബ്സിനും ഓരോ ഗോത്രത്തിനും എന്തുണ്ട്? ഒരു തലവനുണ്ട്. ദ ചീഫ് ടൈം ഓഫ് ഈച്ച് ട്രൈബ് ദാറ്റ് ഈസ് നോൺ ആസ് രാജൻ. രാജൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അപ്പൊ തലവനായിട്ടുള്ള ആളെ വിളിക്കുന്ന പേരാണെന്ത്? രാജൻ. അപ്പൊ ഇവരുടെ കയ്യിൽ, ഈ ആര്യൻസിന്റെ കയ്യിൽ എന്തുണ്ട്? നല്ല പവർഫുൾ ആയിട്ടുള്ള വെപ്പൻസ് ഉണ്ട്, ആയുധങ്ങളുണ്ട് അല്ലെ. എന്ത്? ബ്രോൺസും കോപ്പർ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങളുണ്ട്. അതുപോലെ കുതിരകളുണ്ട്, ഹോഴ്സസ് ഉണ്ട് അല്ലെ. ഇതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും എന്ത് ചെയ്തിരുന്നു? കന്നുകാലികളെ കിട്ടാനും വേണ്ടി, കാറ്റിനെ കിട്ടാനും വേണ്ടി ഇവരെപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ട്രൈബുകൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ആര്യൻസും നോൺ ആര്യൻസ് ആയിട്ടുള്ള ആളുകളും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും യുദ്ധത്തിൽ ആര് ജയിക്കും?
ആര്യൻസും നോൺ ആര്യൻസും യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എപ്പോഴും ആരാണ് ജയിക്കാറുള്ളത്? ആര്യൻസ് ആണ് ജയിക്കാറുള്ളത്. എന്തുകൊണ്ടാണ് ജയിക്കുന്നത്? ഇവരുടെ കയ്യിൽ ദ ഹാൻഡ് ഓഫ് ആര്യൻസിന്റെ കയ്യിൽ എന്തുണ്ട്? ഹോഴ്സസ് ആൻഡ് വെപ്പൺസ് മെയ്ഡ് വിത്ത് ബ്രോൺസ് ആൻഡ് കോപ്പർ, അല്ലെ? നല്ല ബ്രോൺസ് കൊണ്ടും കോപ്പർ കൊണ്ടും നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉള്ളത് കൊണ്ട് they were also all the time defeated the non Aryans people. അതുകൊണ്ട് എല്ലാ സമയത്തും ഇവരെന്ത് ചെയ്യും? നോൺ ആര്യൻസ് ആയിട്ടുള്ള ആളുകളെ ഇവര് തോൽപ്പിക്കും. അപ്പൊ അങ്ങനെ തോൽപ്പിച്ച ടീമുണ്ടല്ലോ, നോൺ ആര്യൻസ് ആയിട്ടുള്ള ആളുകളെ, തോറ്റ ടീമിലുള്ള ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്? ദാസനും ദാസിയും. ദാസാസ് ആൻഡ് ദാസി. ഓക്കെ, ദാസാസ്, വാട്ട് ഈസ് ദാസാസ് ആൻഡ് ദാസി? ദ സബ്ജുഗേറ്റഡ് പീപ്പിൾ. ഇവരാണ് സബ്ജുഗേറ്റഡ് പീപ്പിൾ, കീഴടങ്ങിയിട്ടുള്ള ആളുകളാണ് എന്ത്? ദാസനും ദാസിയും. എവിടെ കീഴടങ്ങിയ ആളുകള്? എവറി ടൈം ദ ആര്യൻസ് ആൻഡ് നോൺ ആര്യൻസ് ഫോർട്ട് ഫോർ ദി കാറ്റിൽ, അല്ലെ? കാറ്റിൽ വെൽത്തിന് വേണ്ടി എല്ലാ സമയവും ആര്യൻസും നോൺ ആര്യൻസും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എവറി ടൈം ദേ ഡിഫീറ്റഡ് ആര്യൻസ് ഡിഫീറ്റഡ് ദി നോൺ ആര്യൻസ്. എല്ലാ സമയത്തും ആര്യൻസ് നോൺ ആര്യൻസ് ആയിട്ടുള്ള ആളുകളെ തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സബ്ജുഗേറ്റഡ് പീപ്പിൾ ആണ് ആര്? ദാസനും ദാസിയും. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇതൊന്ന് നോക്കണം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഋഗ്വേദിക് പീരീഡില് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അല്ലെ? ഈ ഋഗ്വേദിക് പീരീഡില് ഇവരുടെ പ്രധാനപ്പെട്ട വിശ്വാസ രീതികൾ, ഈ ഒരു ആളുകളുടെ, അല്ലെ, ഈ ആര്യൻസിന്റെ വിശ്വാസം എങ്ങനെയായിരുന്നു, ഇവരുടെ വിശ്വാസ രീതികൾ, ഇവരാരൊക്കെയാണ് ആരാധിച്ചിരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ വർഷിപ്പ്, ഇവരുടെ പ്രധാനപ്പെട്ട ആരാധന എങ്ങനെയായിരുന്നു? ബിലീഫ് സിസ്റ്റം ഇൻ ദി ഋഗ്വേദിക് പീരീഡ്. ഓക്കെ, അടുത്ത റീഡിംഗ് എന്താ? ബിലീഫ് സിസ്റ്റം. അല്ലെങ്കിൽ വർഷിപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം. ബിലീഫ് സിസ്റ്റം. ഡ്യൂറിംഗ് ദി ഋഗ്വേദിക് പീരീഡ് പീപ്പിൾ വർഷിപ്പ്ഡ് ദ ഗോഡ്സ് സച്ച് ആസ് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി. അപ്പൊ ഈ ഒരു പീരീഡില്, ഋഗ്വേദിക് പീരീഡില് പീപ്പിൾ വർഷിപ്പ്ഡ്, ആളുകള് ആരാധിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിരുന്നത് ആരെയാണ്? വർഷിപ്പ്ഡ് ദ ഗോഡ്സ്, ദൈവങ്ങളാണ്. ഏതൊക്കെ? ദ ഗോഡ്സ്, ദൈവങ്ങളാണ് ഇന്ദ്രദേവനെയും അതുപോലെ വരുണദേവനെയും അതുപോലെ അഗ്നിയെയുമാണ് ഇവരെന്ത് പ്രധാനമായിട്ടും ആരാധിച്ചിരുന്നത്. ഓക്കെ, ദൈവങ്ങളായിട്ടുള്ള ഇന്ദ്രയും വരുണയും അഗ്നിയെയുമായിരുന്നു ഋഗ്വേദിക് പീരീഡിൽ ആര്യൻസ് എന്ത് ചെയ്തിരുന്നത്? അവര് ആരാധിച്ചിരുന്നു. അതുപോലെ ഗോഡസസ് ഉണ്ട്, ദേവതമാരും ഉണ്ട്. ഇവര് ചില ദേവതന്മാരെയും എന്ത് ചെയ്തിരുന്നു? ആരാധിച്ചിരുന്നു. ആ ദേവതന്മാരാണ് ഏത്? ഗോഡസസ് ലൈക്ക് അദിതി ആൻഡ് ഉഷാസ്. ഓക്കെ, അദിതി ആൻഡ് ഉഷാസ്. ഓക്കെ, അപ്പൊ ഇവരുടെ ബിലീഫ് സിസ്റ്റം, ഇവരെങ്ങനെയാണോ ആരാധിച്ചിരുന്നത്? ഇവർ പ്രധാനമായിട്ടും ആരാധിച്ചിരുന്നത് ഇന്ദ്രനെയും, ദൈവങ്ങളായിട്ടുള്ള ദേവന്മാരായിട്ടുള്ള ഇന്ദ്രനെയും വരുണനെയും അഗ്നിയെയും ഒക്കെ ഇവർ ആരാധിച്ചിരുന്നു. പീപ്പിൾ വർഷിപ്പ്ഡ് ദ ഗോഡസ് ലൈക്ക് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി, ആൻഡ് ഓൾസോ വർഷിപ്പ്ഡ് ദ ഗോഡസസ്. ഗോഡസസ് എന്ന് പറഞ്ഞാൽ എന്താ? അവര് ചില മറ്റു ദേവതന്മാരെയും കൂടി ആരാധിച്ചിരുന്നു. അദിതി ആൻഡ് ഉഷാസ്, ഉഷായും അദിതിയും എന്ന് പറയുന്ന മറ്റു ദേവതന്മാരെയും ഇവര് ആരാധിച്ചിരുന്നു. ഓക്കെ, ഈ സമയത്ത് അപ്പൊ ഇത്രയേ ഉള്ളൂ ബിലീഫ് സിസ്റ്റം. ഋഗ്വേദിക് പീരീഡിലുള്ള ബിലീഫ് സിസ്റ്റം ഇത്രയേ ഉള്ളൂ. ഈ സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്ന് കൂടി നോക്കാം. ദ പോട്ടറി യൂസ്ഡ് ഇൻ ദിസ് പീരീഡ് വാസ് ഗ്രേ ഇൻ കളർ ആൻഡ് വാസ് നോൺ ആസ് ഗ്രേ വയർ എന്ന് പറയുന്ന ഒരു മൺപാത്രം. ഓക്കെ, ഗ്രേ വയർ എന്ന് പറയുന്ന ഒരു മൺപാത്രം ഈ ഒരു പീരീഡില് ഇവര് ഉപയോഗിച്ചിരുന്നു. ഗ്രേ വയർ എന്ന് പറയുന്ന ദ പോട്ടറി, മൺപാത്രമാണ് കേട്ടോ. പോട്ടറി യൂസ്ഡ് ഇൻ ദിസ് പീരീഡ് വാസ് ഗ്രേ ഇൻ കളർ. ഓക്കെ, ഇതിന്റെ കളർ എന്താണ്? ഗ്രേ കളറിലുള്ള ഗ്രേ കളറിലുള്ള ഒരു
പോട്ടറി ഇവർ ഉപയോഗിച്ചിരുന്നു. അതാണ് ഗ്രേ വെയർ എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, അതിന്റെ ചിത്രം അതിന്റെ തൊട്ട് അപ്പുറത്തായിട്ടുണ്ട്, ഗ്രേ വെയർ. അപ്പൊ ഇത്രയുമാണ് എന്ത് പ്രധാനപ്പെട്ട ഇവരുടെ വർഷിപ്പ് സിസ്റ്റം. ഇതൊന്നും വർഷിപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റം, വിശ്വാസ രീതികള്. ദേവന്മാരെയും ദേവതമാരെയും ഇവർ ആരാധിച്ചിരുന്നു. ദേവന്മാരാണ് ഇതൊക്കെ ഇന്ദ്ര, വരുണ, അഗ്നി, ഇവരൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ്. ഗോഡസസ് ഏതാണ്? ഇതൊക്കെയാണ് അതിഥി ആൻഡ് ഉഷാസ്. ഓക്കെ, ഈ സമയത്ത് ഒരു പാത്രങ്ങൾ ഇവർ ഒരു തരത്തിലുള്ള പാത്രങ്ങൾ, ഗ്രേ വെയർ എന്ന് പറയുന്ന ഒരു മൺപാത്രം ഇവർ ഉപയോഗിച്ചിരുന്നു. അതിന്റെ കളർ എന്ന് പറയുന്നത് ഗ്രേ ഇൻ കളറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഗ്രേ വെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവരെന്ത് ചെയ്തിരുന്നു ഈ സമയത്ത്? ഇവർ ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം.